ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെ നോളജ് ആപ്പ്. ഞാൻ എം ജെ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്തമാറ്റിക്സിന്റെ ഒന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കുറേയധികം കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഈ ഒരു പാർട്ടില് ഈ ചാപ്റ്ററിന്റെ ഇതുവരെ എടുത്തതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തീർക്കും. ഓക്കെ ആണല്ലോ? അതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏത് സൈൻ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ? ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ടു എന്നുള്ള സൈൻ, അതായത് പ്ലസും മൈനസും അതുപോലെ തന്നെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ സൈൻ പഠിച്ചതുപോലെ തന്നെ ഇൻറ്റു ഡിവിഷൻ ഒക്കെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തതാണ് ഈക്വൽ ടു. എന്നാൽ നമ്മൾ +1ലേക്ക് വരുമ്പോൾ ഈ ചിഹ്നങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കും. ഇതിന് പകരം നമ്മൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നീ പറയുന്ന 4 സൈനുകൾക്കായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓരോ സൈനും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇതിന് എന്താണ് ഇന്റർവൽ റെപ്രസെന്റേഷനും ഈ പറയുന്ന സൈനുകളും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയാൻ പോവാം. നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു നമ്പർ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? നമ്മുടെ കയ്യിൽ നമ്പർ ലൈൻ ഉണ്ട്. എന്താ നമ്പർ ലൈന്? ഒരു ലൈന് അതിൽ കുറെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എന്റെ കയ്യിലുള്ള നമ്പർ ലൈനിൽ ഞാൻ കുറെ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാണ്. ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇനി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇവിടെ 5ഉം 6ഉം അങ്ങനെ കുറെ അധികം നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവരും കൂടി ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോകും എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു ആരോ അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഈ ലൈനിന്റെ ഇപ്പുറത്തേക്ക് 0യുടെ ഇപ്പുറത്ത് -1, -2, -3 അതുപോലെ തന്നെ ഇനിയും കുറെ നമ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ലൈൻ എങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും, ഒരു ചെറിയ ആരോ ഇട്ട് അങ്ങോട്ടേക്ക് നീണ്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാ നമ്പേഴ്സിനെയും കൂടി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് പറ്റുന്ന അത്ര നമ്പേഴ്സ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുക? ഏത് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, നമ്മൾ N എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ N ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നാച്ചുറൽ നമ്പറിന്റെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഈ സെറ്റിൽ ഉണ്ടായിരിക്കുന്ന എലമെന്റ്സ് 0 ഉണ്ടായിരിക്കില്ല, 1 ഉണ്ടായിരിക്കും, 2 ഉണ്ടായിരിക്കും, 3 ഉണ്ടായിരിക്കും. ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? 1 2 3 4 5 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സംഖ്യകളുടെ സെറ്റാണ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ്. ഇതിനെ ഈ സെറ്റിന് ഞാൻ ഈ നമ്പർ ലൈനിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയാണ്, രേഖപ്പെടുത്താൻ പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഈ നമ്പറിന്, അതായത് ഈ സെറ്റിന് നിങ്ങൾ ഇതിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? സിമ്പിൾ ആണ്. ഇതിൽ ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, 1 ഒന്ന് ഡോട്ട് ചെയ്യും. മനസ്സിലായല്ലോ? 2 ഡോട്ട് ചെയ്യും, 3 ഡോട്ട് ചെയ്യും, 4 ഇങ്ങനെ നല്ല കറുപ്പിക്കും, 5ഉം കറുപ്പിക്കും. ഈ കറുപ്പികളോട് എന്താ ഉദ്ദേശിച്ചത്? ഈ N എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയുണ്ട്? ഈ പറയുന്ന 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതിന്റെ പ്രത്യേകത എന്താ? ഈ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്പർ ലൈൻ വരച്ച് നമുക്ക് മനസ്സിലായി എന്തില്ല, ഈ പറയുന്ന സെറ്റില് ഈ 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? 1നും 2നും ഇടയ്ക്ക് ഒരു ലൈനിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടോ? ആ ഗ്യാപ്പിലുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ കൊണ്ട് കുത്തിട്ടോ, ഡോട്ട് ചെയ്തു, അങ്ങനെ കറുപ്പിച്ചു ഇല്ലല്ലോ. 1ൽ കറുപ്പിച്ചു, 2ൽ കറുപ്പിച്ചു, അതിന്റെ ഇടയിലുള്ള എവിടെയും നമ്മൾ കറുപ്പിച്ചിട്ടില്ല. എന്ന് പറയുമ്പോൾ ഈ സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഡോട്ട്, ഈ കറുപ്പിച്ച നമ്പേഴ്സ് മാത്രമാണ്. ഇതിനിടക്കുള്ള നമ്പേഴ്സ് പെടുന്നില്ല. ഓക്കെ ആണല്ലോ? ഇനി അഥവാ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഹോൾ നമ്പറിന്റെ സെറ്റ് ആണെങ്കിലോ, ഹോൾ നമ്പറിനെ നമ്മൾ W വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ചില ആൾക്കാർ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്, ഹോൾ നമ്പറിനെ Nന്റെ താഴെ ഒരു 0 കൂടി ഇട്ട് സൂചിപ്പിക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഹോൾ നമ്പർ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിൽ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1 2 3 ഒക്കെ അതൊക്കെ ഉണ്ടായിരിക്കും. കൂടാതെ എക്സ്ട്രാ ഒരു നമ്പർ, അത് 0യും കൂടി ഉണ്ടായിരിക്കും. ആ നമ്പർ മാത്രമാണ് ഈ സെറ്റിൽ എക്സ്ട്രാ. നാച്ചുറൽ നമ്പർ സെറ്റിൽ ഒരു 0 ആഡ് ചെയ്താൽ Nന്റെ കൂടെ ഒരു 0 കൂടി വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്, ഹോൾ നമ്പർ സെറ്റ്. അതിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ആരെയും കൂടി നമ്മൾ ഡോട്ട് ചെയ്യണം, ഈ പറയുന്ന 0യും കൂടി നമ്മൾ ഡോട്ട് ചെയ്യണം. വേറെ പ്രശ്നം 0യും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കറുപ്പിക്കണം. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ ഇവിടെയും എന്താ പ്രത്യേകത? ഇവിടെയും 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും എന്താ പ്രശ്നം? 0ക്കും 1നും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് കണ്ടോ? ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തില്ല, കറുപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്ത് ബോൾഡ് ചെയ്തിട്ടില്ല. എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ആ 0ക്കും 1നും ഇടയിലുള്ള എലമെന്റ്സ് ഒന്നും എന്തില്ല, ആ സെറ്റിൽ പെടുന്നില്ല. ഓക്കെ ആണല്ലോ? ആര് മാത്രമേ പെടുന്നുള്ളൂ? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇന്റീജർ സെറ്റ് എന്ന് പറയുമ്പോൾ ഇന്റീജർ സെറ്റിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, 0 ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ കുറെ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് അല്ലെങ്കിൽ -2 -1 0 1 2 ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു വലിയ സെറ്റാണ്
ഇന്റിജർ സെറ്റിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ആ ഈ പറയുന്ന പോലെ തന്നെ 0 ഉണ്ടായിരിക്കും, -1 ഉണ്ടായിരിക്കും, -2 ഉണ്ടായിരിക്കും, -3, -4, -5 ഇങ്ങനെ നെഗറ്റീവ് ഇത്രയും കുറെ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവരും കൂടി കാണിക്കാൻ നമുക്ക് ഡോട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ ആണല്ലോ. അപ്പുറത്ത് 0 അപ്പുറത്ത് 1 2 3 4 5 ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെ പോകുന്ന അധികം നമ്പേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും 0യും ഉൾപ്പെടുന്ന ഒരു സെറ്റാണ് ആര്? Z എന്ന് പറയുന്ന ഇന്റീജറിന്റെ സെറ്റ്. ഓക്കെ ആണല്ലോ. അതിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആരെയും കൂടി നമ്മൾ കറുപ്പിക്കണം, അല്ലെങ്കിൽ ആരെയും കൂടി ഇതുപോലെ ഡോട്ട് ഇട്ട് കാണിക്കണം. പറഞ്ഞാൽ ആരൊക്കെ കാണിക്കണം? 0 1 2 3 4 5 ഓൾറെഡി നമ്മൾ ഡോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റിജർ കൂടി വരുമ്പോൾ ആരെയും കൂടി ഡോട്ട് ചെയ്യണം? ഈ പറയുന്ന -1നെയും -2നെയും -3നെയും -4നെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെറ്റിൽ ഇൻക്ലൂഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അവരെയും കൂടി നമ്മൾ ബോൾഡ് ചെയ്ത് കറുപ്പിച്ച് കാണിക്കുന്നു. ആ നമ്പേഴ്സിന്റെ മേലെ അങ്ങനെ കറുപ്പിച്ച് കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 5 ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. -1 -2 -3 ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്താ പ്രത്യേകത? രണ്ട് നമ്പേഴ്സ് എടുക്കാണ്, -1 0 എടുക്കാണ്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്പേഴ്സിലൊന്നും നമ്മുടെ എന്തെങ്കിലും കറുപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നമ്പേഴ്സ് ഈ സെറ്റിൽ ഇൻക്ലൂഡ് അല്ല. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 0യും 1 ഉണ്ട്, ഇന്റിജറിലെ ആൾക്കാർ തന്നെയാണ്. അവരെടുത്താൽ ഇനിയിപ്പോ ഏത് 0യും 5 എടുത്ത് ഞാൻ 0യും 5 എടുത്തെന്ന് വിചാരിച്ചിട്ട് എന്താ പ്രത്യേകത? 0ക്കും 5 ഉള്ള 1നും 2നും 3നും 4നെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പ്രത്യേകത? അതിനിടയിലുള്ള കുറെ ഗ്യാപ്പുകൾ കണ്ടു നിങ്ങൾ. ആ ഗ്യാപ്പിലെ നമ്പേഴ്സിനും നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല? ഈ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ ഇതാണ് ഈ നമ്മൾ സാധാരണ പഠിച്ച 4 സെറ്റുകൾ അല്ലെങ്കിൽ 3 സെറ്റുകളുടെയും പ്രത്യേകത. ഓക്കെ ആണല്ലോ. അതായത് ഈ ഗ്യാപ്പുകളിലെ നമ്പേഴ്സിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സെറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതേ നമ്പർ ലൈൻ ഒന്ന് താഴത്തേക്ക് മാറ്റി വരയ്ക്കുക. നല്ലോണം ശ്രദ്ധിച്ചോ. ഇതേ നമ്പർ ലൈൻ ഞാൻ എടുക്കുകയാണ്. നമ്പർ ലൈൻ എടുക്കുന്ന ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സിനെ മാത്രം ആഡ് ചെയ്യാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇനി ഇങ്ങനെ പോവുകയാണ്. ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. ഇനി ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇതുപോലെ തന്നെ ഇങ്ങനെ നീണ്ടു പോവാണ്. എനിക്ക് എന്താണെന്ന് അറിയോ? 0യും 1ഉം ഇപ്പൊ നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ടായിരിക്കും ഈ സെറ്റിൽ? 0ന്റെ മേലെ ഇതേപോലെ ഇങ്ങനെ കറുപ്പിക്കണം, 1ന്റെ മേലെ 2ന്റെ മേലെ, 0ന്റെ മേലെ വേണ്ട, 1ന്റെ മേലെ 2ന്റെ മേലെ ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ ആണല്ലോ. എനിക്ക് എന്താണെന്ന് അറിയോ? ഞാനിപ്പോ ഇതേ ഇന്റീജർ സെറ്റ് എടുത്തെന്ന് വിചാരിക്കുക. അതിൽ 0ന്റെ മേലെ ഡോട്ട് ഉണ്ടായിരിക്കുമല്ലോ, 1ന്റെ മേലെ ഇതേപോലെ നമ്മൾ കറുപ്പിക്കണമല്ലോ, 2ന്റെ മേലെയും കറുപ്പിക്കണമല്ലോ. ഇനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെ മേലൊക്കെ കറുപ്പിക്കണമല്ലോ. കാരണം അവരൊക്കെ ആരിലുണ്ട്? ഇന്റിജർ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ഓക്കെ ആണല്ലോ. എന്താ പ്രത്യേകത? ഇവിടെ 0യും 1ഉം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇന്റിജറിലെ പ്രത്യേകത ഈ 0യും 1ഉം ഈ സെറ്റിലുണ്ട്. പക്ഷെ അതിനിടയിലുള്ള ഈ ഗ്യാപ്പ് കണ്ടോ? ആ ഗ്യാപ്പിലും കുറെ എലമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. ആ എലമെന്റ്സ് ഒന്നും ഈ സെറ്റിൽ പെട്ടിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ എനിക്ക് എന്താണെന്ന് അറിയോ? ഈ 0യും 1ഉം അതിനിടയിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഈ സെറ്റ് ഒരു സെറ്റിൽ പെടുത്തണം. ആ സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് ഇന്റർവൽ റെപ്രസെന്റേഷൻ വഴി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ പറയുന്നത്? ഇപ്പൊ രണ്ട് എലമെന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് എല്ലാ എലമെന്റ്സ് വെച്ച് പറയാം. ഓക്കെ ആണല്ലോ. 0യും 1ഉം രണ്ട് എലമെന്റ്സ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എന്താ പ്രത്യേകത? ഈ ഇന്റീജർ സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 0 ഉണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെ മേലെ കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടാളും ഈ സെറ്റിൽ ഉണ്ട് എന്ന് കാണിക്കാൻ. ഓക്കെ ആണല്ലോ. എന്നാൽ ഇതിൽ ആരില്ല? 0ക്കും 1നും ഇടയ്ക്കുള്ള മറ്റൊരു എലമെന്റ്സും കാണുന്നില്ല. കാരണം നമ്മളവിടെ കറുപ്പിച്ചതില്ല. ഓക്കെ ആണല്ലോ. എനിക്ക് എന്ത് ചെയ്യണം അറിയോ? ഈ സെറ്റില് എനിക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 0യും 1ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെറ്റ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ തുടങ്ങുകയാണ്. നമ്മളൊരു സെറ്റ് എഴുതാണ്. എങ്ങനെ എഴുതുക? ആ 0ന് ഉൾപ്പെടുത്തി 0ക്ക് അടുത്തുള്ള നമ്പർ 0.1 എഴുതി, പിന്നെന്താ 0.1 എഴുതി, അതുപോലെ 0.2 എഴുതി, 0.3 എഴുതി, ഇങ്ങനെ പോയി 0.9 എഴുതി, പിന്നെ അതുപോലെ തന്നെ എന്താണ് 1 എഴുതി. ഇങ്ങനെയാണ് നമ്മൾ ഈ സെറ്റിനെ ഉണ്ടാക്കുക. നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു എനിക്ക് 0ക്കും 1നുള്ള എല്ലാ നമ്പേഴ്സിനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെറ്റ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ സെറ്റ് ഇങ്ങനെയാണ്. ഇത് ശരിയാണോ തെറ്റാണോ? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം. ശരിയാണോ തെറ്റാണോ? ഉറപ്പായിട്ടും ഇത് തെറ്റാ. കാരണം എന്താണ്? നമുക്കറിയാം 0 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞ് ഇന്റിജർ അങ്ങ് പറഞ്ഞേക്കൂടെ. ഇന്റിജർ സെറ്റ് നമ്മൾ വിട്ടു. ഓക്കെ ആണല്ലോ. ജസ്റ്റ് അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ്. ഇന്റിജർ അല്ല, 0ക്കും 1നും ഇടയ്ക്കുള്ള റിയൽ നമ്പറുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്താ പറയുന്നത്? റിയൽ നമ്പർ. എന്താ റിയൽ നമ്പർ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റിയൽ നമ്പർ സെറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ 0ക്കും 1ഉം 0 1 എന്ന് പറയുന്ന എലമെന്റ്സിനാണ് ധാരാളം ഇൻഫൈനൈറ്റ്ലി എന്തുണ്ട്? റിയൽ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ പഠിച്ച കാര്യം. അപ്പൊ അവരെനിക്ക് ഈ സെറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതിലെ സാധാരണ റോസ്റ്റർ ഫോമിൽ എഴുതി സാധിക്കൂല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂല. കാരണം എന്താ? 0 കഴിഞ്ഞ് അടുത്ത റിയൽ നമ്പർ ഏതാ വെച്ചാൽ നമുക്ക് ഉത്തരമില്ല. കാരണം 0.1 അല്ല, 0.01 അല്ല, 0.001 അല്ല, 0.0001 അല്ല. അത് ഏതാ നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആ സെറ്റിന് ഒരിക്കലും ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? 0യും 1ഉം 0ക്കും 1നും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സിനും ഉൾപ്പെടുത്തി ഒരു സെറ്റ് ഉണ്ടാക്കണം. ആ സെറ്റിനെ എങ്ങനെ വിളിക്കാം? അതിനെയാണ് നമ്മൾ ഇന്റർവൽ റെപ്രസെന്റേഷൻ എന്ന് പറയാം. സിമ്പിൾ ആണ് പരിപാടി. ഇത്ര ശ്രദ്ധിച്ചാൽ മതി.
ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ രണ്ട് കാര്യമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ്, ഒന്നെന്താണ് സ്ക്വയർ ബ്രാക്കറ്റ്, മറ്റൊന്ന് ഓപ്പൺ ബ്രാക്കറ്റ്. മനസ്സിലായല്ലോ? എന്താ ഒന്ന് സ്ക്വയർ, ഇതിനെ സാധാരണ നമ്മൾ പാരന്തസിസ് എന്നൊക്കെ പറയാറുണ്ട്. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ്, ഒന്ന് സാധാ നോർമൽ ബ്രാക്കറ്റും. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഇൻക്ലൂഡഡ്. ഇതിന്റെ ഉദ്ദേശം എന്താ? ഇങ്ങനെ തന്നെ പഠിച്ചേക്ക, ഇൻക്ലൂഡഡ്. മനസ്സിലായല്ലോ? ഇതുപോലെ നോർമൽ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം എക്സ്ക്ലൂഡഡ്. എന്താ പഠിക്കുക? എക്സ്ക്ലൂഡഡ്. ഇൻക്ലൂഡഡ് അർത്ഥം ഉൾപ്പെടുന്നു, എക്സ്ക്ലൂഡഡിന്റെ അർത്ഥം ഉൾപ്പെടുന്നില്ല. ഓക്കെ ആണല്ലോ? ഒന്ന് ഉൾപ്പെടുന്നു, ഒന്ന് ഉൾപ്പെടുന്നില്ല. ഈ റെപ്രസെന്റേഷൻ പഠിക്കാൻ നിങ്ങൾ ഈ ബ്രാക്കറ്റിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? എന്താ പറഞ്ഞത്? ഇൻക്ലൂഡഡ് ഉണ്ട്, എക്സ്ക്ലൂഡഡ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ അറിയണം? ഈ പറയുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഞാൻ എപ്പോ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ്, ഞാൻ എപ്പോ എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഓപ്പൺ, അഥവാ നോർമൽ പാരന്തസിസ് ബ്രാക്കറ്റ്. ഓക്കെ ആണല്ലോ? നോർമൽ ബ്രാക്കറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. എനിക്ക് 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും വെച്ച് എനിക്കൊരു സെറ്റ് ഉണ്ടാക്കണം. അതിൽ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് 0ക്കും 1ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും വെച്ചല്ലേ ഒരു സെറ്റ് ഉണ്ടാക്കേണ്ടത്? ആണോ? അല്ലേ? ആണ്. സമ്മതിച്ചല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും വെച്ച് എനിക്ക് സെറ്റ് ഉണ്ടാക്കണം. അതിൽ 0യും 1ഉം ഉൾപ്പെടണം എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡഡ്. അപ്പൊ നിങ്ങൾ ഏത് ബ്രാക്കറ്റ് ഇടും? 0ക്കും 1നും ഏത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും? ഈ പറയുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. ഇനി ഇവർക്കിടയിൽ ഒരു കോമയും കൂടി ഇട്ട് കൊടുത്താൽ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ സാധനം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു നൊട്ടേഷൻ, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് 0 1, ഇതിനെ നമ്മൾ വായിക്കുക ക്ലോസ്ഡ് ഇന്റർവെൽ. എങ്ങനെയാ വായിക്കുക? ക്ലോസ്ഡ് ഇന്റർവെൽ 0 1. എന്താ വായിക്കുക? ക്ലോസ്ഡ് ഇന്റർവെൽ 0 1. ഓക്കെ ആണല്ലോ? എന്താ വായിക്കുക? ക്ലോസ്ഡ് ഇന്റർവെൽ 0 1. എന്താ ഉദ്ദേശിക്കുന്നത്? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അടങ്ങുന്ന ഒരു സെറ്റാണിത്. കൂടാതെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ തലക്കുള്ള 0യും ഈ അറ്റത്തുള്ള 1ഉം ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെയും എനിക്ക് റെപ്രസെന്റ് ചെയ്യണം. പക്ഷെ എനിക്ക് 0യും 1ഉം വേണ്ട, ഉൾപ്പെടുന്നില്ല എന്ന് കാണിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്ക്ലൂഡഡ് ബ്രാക്കറ്റ് ആയുള്ള നോർമൽ ബ്രാക്കറ്റ് ഇടുക. ഇതിനെന്താ വായിക്കുക? ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരുന്നെങ്കിൽ ഇത് ഓപ്പൺ ഇന്റർവെൽ 0 ആണ്. ഓപ്പൺ ഇന്റർവെൽ എന്താ വായിക്കുക? ഓപ്പൺ ഇന്റർവെൽ. സ്ക്വയർ കണ്ടാൽ ക്ലോസ്ഡ്, സാധാ ബ്രാക്കറ്റ് കണ്ടാൽ ഓപ്പൺ. മനസ്സിലായല്ലോ? എന്താ പ്രത്യേകത? ഈ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് ഓപ്പൺ ഇന്റർവെൽ 0 1 എന്ന് പറയുന്നത് ഈ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. 0ന്റെ അടുത്ത് ഓപ്പൺ, അപ്പൊ 0 ഉൾപ്പെടുന്നില്ല, എക്സ്ക്ലൂഡഡ് ഉൾപ്പെടുന്നില്ല. 1ന്റെ അടുത്തും ഓപ്പൺ, അപ്പൊ 1ഉം എക്സ്ക്ലൂഡഡ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇനി എനിക്ക് എന്ത് ചെയ്യണം? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും എനിക്ക് എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം ഒരു സെറ്റില്. പക്ഷെ എനിക്ക് 0 വേണം, അതുപോലെ 1 വേണ്ട. മനസ്സിലായല്ലോ? എന്താ പറയുന്നത്? 0 ഇൻക്ലൂഡഡ് ആണ്, 1 എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? ഇത് നമ്മൾ സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ എന്ന് വായിക്കാം. പകുതി ഓപ്പണും പകുതി ക്ലോസും. ആദ്യം ക്ലോസ് ആണെങ്കിൽ ആദ്യം ക്ലോസ് എഴുതണ്ടോ? സെമി ക്ലോസ്ഡ്. ഓക്കെ ആണല്ലോ? സെമി ഓപ്പൺ ഇന്റർവെൽ എന്ന് ഇതിനെ എഴുതാം. ഓക്കെ ആണല്ലോ? ഇതിന്റെ ഉദ്ദേശം എന്താണ്? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റാണ്. പക്ഷെ 0 ആ സെറ്റിലുണ്ട്, എന്നാൽ 1 എന്ന് പറയുന്ന നമ്പർ ആ സെറ്റിലില്ല. ഓക്കെ ആണല്ലോ? ഇനി എനിക്ക് എങ്ങനെ ചെയ്യണം? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റിനെ എനിക്ക് കൺസിഡർ ചെയ്യണം. പക്ഷെ അതിലെനിക്ക് 0 വേണ്ട, പക്ഷെ 1 വേണം. എന്താ പറയുന്നത്? 0 വേണ്ട, 1 വേണം. അങ്ങനെ ഒരു സെറ്റ് എഴുതണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താ ഇത് വായിക്കുക? സെമി, ആദ്യം എന്താണ്? ഓപ്പൺ ക്ലോസ്, നോർമൽ ബ്രാക്കറ്റ് ആണെങ്കിൽ ഓപ്പൺ, അപ്പൊ സെമി ഓപ്പൺ. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ? സെമി ക്ലോസ്ഡ് ഇന്റർവെൽ. എന്താ ഉദ്ദേശിക്കുന്നത്? 0ക്കും 1നും ഇടയിലെ എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റാണിത്. അതിൽ 0 ഇല്ല, 1 ഉണ്ട്. മനസ്സിലായല്ലോ? ഇതിനൊക്കെ ഞാൻ നമ്പർ ലൈനിൽ കാണിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇത്രയുള്ള പരിപാടി. ഇത് ഈ നമ്പർ ലൈൻ നിങ്ങൾ അങ്ങ് മറന്നേക്ക് താൽക്കാലികം. ഇതിന്റെ നമ്പർ ലൈൻ ഇവിടെ, ഇതിന്റെ നമ്പർ ലൈൻ ഇവിടെ, ഇതിന്റെ നമ്പർ ലൈൻ ഇവിടെ, ഇതിന്റെ നമ്പർ ലൈൻ ഇവിടെ, ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്പർ ലൈൻ ഞാൻ ഇവിടെ താൽക്കാലികം വരയ്ക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഞാൻ എടുക്കുന്ന ബാക്കി എല്ലാ നമ്പേഴ്സിനെയും മറന്നേക്ക്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട 0യും 1ഉം ആണ്. 0നെ ഞാൻ ഒരു അറ്റത്ത് എടുക്കുകയാണ്, 1നെ ഞാൻ അറ്റത്ത് എടുക്കുകയാണ്. ഇതിനപ്പുറത്തേക്കും കുറെ നമ്പേഴ്സ് ഉണ്ട്, അപ്പുറത്തേക്കും കുറെ നമ്പേഴ്സ് ഉണ്ട്. ഈ ഇന്റർവെൽ ഏതാ? ക്ലോസ്ഡ് ഇന്റർവെൽ. എന്താ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ പ്രത്യേകത? അതിൽ 0യും 1ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും പെടും. അപ്പൊ 0 ഏതാ? 1 ഇതാ. അതിന്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും പെടുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കറുപ്പിക്കുക. 0ക്കും 1നും ഇടയിൽ മാത്രമേ കറുപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾ തൽക്കാലം 0നെയും 1നെയും കറുപ്പിക്കണ്ട. മനസ്സിലായല്ലോ? 0ന്റെയും 1ന്റെയും ഇടയിലുള്ള എല്ലാവരെയും ഇങ്ങനെ എന്ത് ചെയ്ത് ബോൾഡ് ചെയ്ത് കാണിപ്പിച്ചു. ഇവിടെ എന്തുണ്ട്? നമ്മുടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ ആണല്ലോ? 0ക്കും 1നും ഇടയിലുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കറുപ്പിച്ച് കാണിച്ചു. ഇനി എന്താ? ഈ
ക്ലോസ് ആയതുകൊണ്ട് തന്നെ 0 ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ 0ന്റെ അവിടെ ഒരു വട്ടം കൊടുക്കുക. ഇവിടെ 1ന്റെ അടുത്തും ക്ലോസ് ആയതുകൊണ്ട് 1 ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ 1നെയും വട്ടം കൊടുക്കുക. എന്താ പരിപാടി? നമ്പേഴ്സ് എഴുതുക, അതിന്റെ ഇടയിലുള്ള എല്ലാവരെയും കറുപ്പിക്കുക. എങ്ങനെയാണ് ആ രണ്ട് നമ്പേഴ്സ് ഉണ്ടോ നോക്കുക. ക്ലോസ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഉണ്ടിട്ട് കൊടുക്കുക. എന്താ, നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഒന്ന് കറുപ്പിക്കുക. മനസ്സിലായാലോ? 1 ഉൾപ്പെടുന്നതുകൊണ്ട് 1ന്റെ അടുത്ത് കറുപ്പിക്കുക. ഓക്കെ ആണല്ലോ. എങ്ങനെ ഈ ഓപ്പൺ ഇന്റർവെലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാം. നോക്കി ഓക്കെ, ഓപ്പൺ ഇന്റർവെലിന് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ തന്നെ 0നെ എടുക്കുക, 1നെ എടുക്കുക. ഓക്കെ ആണല്ലോ. 0നെ എടുക്കുക, 1നെ എടുക്കുക. എന്താ പ്രത്യേകത? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ സെറ്റിൽ പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ 0നെ അവിടെ നിർത്തുക, 1നെ അവിടെ നിർത്തുക, അതിന്റെ ഇടയിലുള്ള എല്ലാവരെയും കറുപ്പിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ 0 ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കറുപ്പിക്കുമായിരുന്നു. ശരിയാണല്ലേ? അപ്പൊ ഉൾപ്പെടുന്നില്ലെങ്കിലോ കറുപ്പിക്കണ്ട, അവിടെ ഒരു വട്ടം കൊടുത്താൽ മതി. അപ്പൊ 0ന്റെ മേലെ എന്ത് ചെയ്യുക, നിങ്ങൾ താൽക്കാലികം എന്ത് ചെയ്യുക, ഒരു വട്ടം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വട്ടം കൊടുക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? 0 ഉൾപ്പെടുന്നില്ല. ഇതിനെ ഇങ്ങനെ വെറും വട്ടിട്ട് കഴിഞ്ഞാൽ എക്സ്ക്ലൂഡഡ്, ഇങ്ങനെ കറുപ്പിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻക്ലൂഡഡ്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ 1 ഉൾപ്പെടുന്നുണ്ടോ? ഓപ്പൺ ആയതുകൊണ്ട് 1ഉം ഉൾപ്പെടുന്നില്ല. അപ്പൊ 1ന്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇങ്ങനെ വട്ടിട്ട് കൊടുക്കുക. അതിനർത്ഥം എന്താണ്? 0യും 1ന്റെയും ഇടയിൽ എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ട്. കാരണം എന്താ, അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കറുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എന്നാൽ 0യും 1 ഉൾപ്പെടുന്നില്ല, കാരണം അവിടെ ഒരു വട്ടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ വട്ടം കൂടി നമ്മൾ കറുപ്പിക്കും. ഓക്കെ ആണല്ലോ. അത്രയുള്ള പരിപാടി. അങ്ങനെയെങ്കിൽ സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സിമ്പിൾ ആണ്. സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ റെപ്രസെന്റ് ചെയ്യും. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, 0 എടുക്കുക, 1 എടുക്കുക. ഓക്കെ ആണല്ലോ. എന്താ പ്രത്യേകത? ഈ സെറ്റ് റെപ്രസെന്റ് ചെയ്ത് 0ന്റെയും 1ന്റെയും ഇടയിലെ എല്ലാ റിയൽ നമ്പേഴ്സും പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിലുള്ള എല്ലാവരെയും കറുപ്പിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ആരൊക്കെ പെടുന്നുണ്ട്? 0 ഉൾപ്പെടുന്നുണ്ടോ? 0ന്റെ അടുത്ത് ക്ലോസ് ആയതുകൊണ്ട് 0 ഉൾപ്പെടുന്നുണ്ട്. നമ്മളിവിടെ കട്ടിയിൽ വരക്കുന്നു. ഓക്കെ ആണല്ലോ. ഒരു ഉണ്ടിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1 ഉൾപ്പെടുന്നില്ല, അതുകൊണ്ട് 1ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു സർക്കിൾ ആക്കുന്നു. മനസ്സിലായല്ലോ? കാരണം എന്താ വായിക്കുക, 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും പെടുന്നുണ്ട്. 0 ഇൻക്ലൂഡഡ്, കാരണം അവിടെ എന്താ, ഡോട്ടാ. എന്നാൽ എന്താണ്, ഈ പറയുന്ന പോലെ 1 എന്തല്ല, ഇൻക്ലൂഡ് അവിടെ സർക്കിളാ. ഓക്കെ ആണല്ലോ. അതാണ് വ്യത്യാസം. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നമുക്ക് ലാസ്റ്റ് കൂടി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താണ് ഈ പറയുന്ന പോലെ സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ ആണല്ലോ. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിമ്പിൾ ആണ് പരിപാടി. 0ക്കും 1നും എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും. 0 ഉൾപ്പെടൂല, അപ്പൊ നമ്മളിവിടെ വട്ടിട്ട് കൊടുക്കും. 1 ഉൾപ്പെടും, നമ്മളിവിടെ എന്ത് ചെയ്യും, കറുപ്പിച്ചു കൊടുക്കും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഇന്റർവെൽ റെപ്രസെന്റേഷൻ നടത്തുക. ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇപ്പൊ നമ്മൾ ഇന്റർവെല്ലിൽ എഴുതി, നമ്പർ ലൈനിൽ കാണിച്ചു. ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അതിനെയാണ് ഇനീക്വാലിറ്റി ഫോം. ഈ 4 സാധനങ്ങളെയാണ് നമ്മൾ ഇനീക്വാലിറ്റീസ് എന്ന് പറയാ. ഇവിടെയാണ് നമ്മൾ ഇന്റർവെല്ലിൽ ഇനീക്വാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾസിന്റെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ, എന്നാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിനും ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റർ ദാൻ. അഥവാ ഈ പറയുന്ന മോനെ അങ്ങോട്ടേക്കാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ. ഈ പറയുന്ന മോനെ ഈ നമ്മുടെ അടുത്തേക്കാണെങ്കിൽ ലെസ് ദാൻ, സ്മോളർ ദാൻ എന്നൊക്കെ പറയും. ഇതാണെങ്കിലോ മോനെ അങ്ങോട്ടേക്കാണ്, അപ്പൊ ഗ്രേറ്റർ ദാൻ ആണ്. പക്ഷെ ഒരു വര കൂടെ കണ്ടാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചതാണ്. ഇനി ഈ പറയുന്ന അറ്റ് നമ്മുടെ അടുത്തേക്കായതുകൊണ്ട് ഇത് ലെസ് ദാൻ ആണ്, പക്ഷെ ഒരു വര കൂടെ ഉള്ളതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒന്നുകൂടി പറഞ്ഞതിന്റെ കൂടെ അങ്ങോട്ടേക്കാണ് ഗ്രേറ്റർ ദാൻ, ഇങ്ങോട്ടേക്കാണ് ലെസ് ദാൻ, അങ്ങോട്ടേക്കാണ് പക്ഷെ വര ഉള്ളതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങോട്ടേക്കാണ് വരണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. പരിപാടി സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ ഇന്റർവെൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ആണ്. 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമ്മൾ താൽക്കാലികം എന്ത് ചെയ്യുന്നത്, എക്സ് എന്നങ്ങ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, എക്സ്. നമുക്ക് ഇവിടെ ചെറിയ സ്ഥലം കൂടി ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എക്സ് എന്ന് അവരങ്ങ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ പ്രത്യേകത? ഈ എക്സ് 0ന്റെയും 1ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിലും പെടുന്നുണ്ട്. പക്ഷേ ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ എന്താ പ്രത്യേകത? 0യും 1 ഉൾപ്പെടുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ. ഈ എക്സിന്റെ പ്രത്യേകത 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതിൽ ആരൊക്കെ പെടുന്നുണ്ട്? 0യും 1ഉം ഉൾപ്പെടുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ കാണിക്കാൻ നല്ലോണം ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇടുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇടുക. മനസ്സിലായല്ലോ? എന്താണ്, രണ്ട് സ്ഥലത്തും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എക്സിന്റെ വാല്യൂ 0മോ 0ത്തേക്കാൾ വലുതോ ആണ്, ആൻഡ് 1ഓ 1നേക്കാൾ ചെറുതോ ആണ്. എങ്ങനെ വായിക്കുക? എക്സിൽ നിന്ന് തുടങ്ങുക, ഇവിടേക്ക് വായിക്കുക. എക്സ്, ഈ സിമ്പിൾ എന്താ? ഇത് നമ്മുടെ അടുത്തേക്കാണെങ്കിൽ നോക്കിയേ, ഇവിടെ എക്സ്, ഈ സാധനം ഇവിടുന്ന് വായിച്ചു തുടങ്ങുക. നോക്കി, ഇതേതാ സിമ്പിൾ. ഓക്കെ, നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയും. പറഞ്ഞേ, ഇവിടുന്ന് നിങ്ങൾ താൽക്കാലികം ഇവിടുന്ന് വായിച്ചു പഠിച്ചോ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്താ ഉദ്ദേശിക്കുന്നത്? ആ എക്സ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റ് ആണ്. കൂടാതെ അവിടെ ഈക്വൽ ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0യും 1ഉം ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിനേയും കൂടി റെപ്രസെന്റ് ചെയ്യാം? ഓപ്പൺ ഇന്റർവെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അവർ 0ക്കും 1നും ഇടയിലാണ്. ഓപ്പൺ ആവുന്ന 0യും ഉൾപ്പെടൂല 1ഉം ഉൾപ്പെടൂല. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? ഈ ഈക്വൽ ടു അങ്ങ് ഒഴിവാക്കുക. ഇവിടെയും ലെസ് ദാൻ ഇടുക, ഇവിടെയും ലെസ് ദാൻ ഇടുക. എന്താ ഉദ്ദേശിക്കുന്നത്? ആ എക്സ് 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സുമാണ്. എന്നാൽ ആരില്ല? 0 ഇല്ല. കാരണം ഈക്വൽ ടു എന്ന് പറയുന്ന ആ സാധനം ഇല്ല. 0 വേണ്ട. അതുപോലെ തന്നെ ആ സെറ്റിൽ 1 ഉണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യണം? സെമി ക്ലോസ്ഡ് സെമി ഓപ്പൺ. സിമ്പിൾ ആണ്. എക്സ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ള എല്ലാ എലമെന്റ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റ് ആണ്. എങ്ങനെയാണ്? 0 ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ഇടണം? ലെസ് ദാൻ ഇടണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടണോ? 0 ഉൾപ്പെടുന്നതോടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടും. ഓക്കെ ആണല്ലോ? ഇനി 1 ആണെങ്കിലോ? 1 ഉൾപ്പെടാത്തതുകൊണ്ട് നമ്മൾ വെറും ലെസ് ദാൻ ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെമി ഓപ്പൺ സെമി ക്ലോസ്ഡ് നമ്മൾ എക്സിനെ 0ന്റെയും 1ന്റെയും എല്ലാ എലമെന്റ്സ് ആയിട്ട് പരിഗണിക്കും. എന്താ പ്രത്യേകത? ആദ്യം സെമി ഓപ്പൺ 0 എന്തിലില്ല? ഈ സെറ്റിലില്ല. അപ്പൊ ജസ്റ്റ് ഒരു ലെസ് ദാൻ കൊടുക്കുക. ഓക്കെ ആണല്ലോ? സെമി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ 1 അതിലുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു കൊടുക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ഇത് ശരിക്കും വായിക്കുക. നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, ലീനിയർ ഇനീക്വാലിറ്റീസ്. അതിൽ നിങ്ങൾ ഇത് കറക്റ്റ് വായിക്കാൻ പഠിക്കും. എക്സ് ഇവിടെ ഞാനിപ്പോ പഠിപ്പിച്ചപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പക്ഷെ എക്സിനെ വെച്ച് നോക്കുമ്പോ ഇത്രയേ ഉള്ളൂ. ഈ 1 ഞാൻ ഒറ്റ വായിക്കാൻ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാന്ന് വിചാരിച്ച, പക്ഷെ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? 1 നോക്കിയോ, ഇത് 1 എന്ന് പറഞ്ഞ നമ്പറാണ്. 1 നല്ലോണം ശ്രദ്ധിച്ചോ. ഞാൻ ഓരോ സിമ്പിൾ ഇവിടെ ഇട്ട് വെക്കുന്നുണ്ട്. താൽക്കാലികം നമുക്ക് എ എന്ന് വിളിക്കാം. 1 ഗ്രേറ്റർ ദാൻ എ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത്ര ആലോചിക്കാം. ഈ സാധനം 1ൽ നിന്ന് 2 പേർക്ക് ഇതിനെ വായിക്കണം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. 1ൽ നിന്ന് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ 1ന്റെ അടുത്തേക്കല്ലേ ആ പറയുന്ന അറ്റം എങ്കിൽ അറ്റം അടുത്തേക്കാണെങ്കിൽ ദിസ് ഇസ് ലെസ്. ഇവിടെ ഗ്രേറ്റർ. ഓക്കെ ആണല്ലോ? ലെസ് എന്താ വായിക്കുക? 1ന്റെ അടുത്തേക്ക് അറ്റം ഇങ്ങനെ വായിക്കുക. 1 ലെസ് ദാൻ എ. എന്താ വായിക്കുക? 1 ലെസ് ദാൻ എ. ഓക്കെ ആണല്ലോ? ഈ 1ന്റെ അടുത്താണോ അറ്റം? അല്ല, 1ന്റെ അടുത്ത് ഇങ്ങനെ തുറന്നിട്ട് കിടക്കുന്നത്, വലുതായിട്ട് കിടക്കുന്നത്. ഓക്കെ, 1ന്റെ അടുത്ത് ഒരു വലിയ സാധനം കിടക്കുന്നത്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ല. അതായത് 1 വലുതാണ് എനേക്കാൾ. 1 ഗ്രേറ്റർ ദാൻ എ, 1 ഗ്രേറ്റർ ദാൻ എ, 1 ഗ്രേറ്റർ ദാൻ എ. മനസ്സിലായല്ലോ? അറ്റം അടുത്താണെങ്കിൽ ലെസ് ദാൻ എന്ന് വായിക്കുക, അറ്റം അപ്പുറത്താണെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് വായിക്കുക. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇതിന് തന്നെ എനിക്ക് എനെ വെച്ച് പറഞ്ഞൂടെ? എങ്ങനെയാ? 1 ലെസ് ദാൻ എ എന്ന് എഴുതി. ശരിയാണോ അല്ലേ? ഇതിനെ ആദ്യം എന്ന് വെച്ച് എഴുതി. ഓക്കെ, എന്ന് എഴുതി. എന്റെ അടുത്താരാണ്? ഈ വലിയ ഗ്യാപ്പ്. അപ്പൊ ഗ്യാപ്പ് ഞാൻ അവിടെ തന്നെ ഇട്ട് ഇങ്ങനെയല്ലേ എക്ക്, അതായത് എയിൽ നിന്ന് വെച്ച് നമ്മൾ നോക്കുമ്പോൾ, എനെ വെച്ച് നോക്കുമ്പോൾ എ ഇവിടെ ഉണ്ട്. ആ ചിഹ്നം ഞാൻ അതുപോലെ തന്നെ എക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ. കാരണം എന്റെ അടുത്ത് ആ തുറന്നു കിടക്കുന്ന ഭാഗം നോക്കി. ഇവിടെ എന്റെ അടുത്ത് ആ തുറന്നു കിടക്കുന്ന ഭാഗമല്ലേ? 1ന്റെ അടുത്താണെങ്കിലോ 1ന്റെ അടുത്ത് അറ്റാണ്, 1ന്റെ അടുത്ത് അറ്റാണ്. അപ്പൊ ഞാൻ 1നെ വെച്ച് എഴുതി, എനെ വെച്ച് എഴുതി. ഇപ്പൊ 1നെ വെച്ച് എങ്ങനെ വായിക്കുക? 1 ലെസ് ദാൻ എ. നീ എനെ വെച്ച് വായിച്ചു നോക്കി. എ തുറന്നെടുക്കുന്നതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതിനെങ്ങനെ വായിക്കുക? ശരിക്കും എങ്ങനെ വായിക്കുക വെച്ചാൽ എക്സിൽ നിന്ന് വായിച്ചു തുടങ്ങാം. എക്സിന്റെ അടുത്താരാണ്? തുറന്നു കിടക്കുന്ന ഭാഗമാണ്. നമ്മൾ എന്ത് വായിക്കണം? തുറന്നു കിടന്നാൽ ഒരു എലമെന്റ് എടുത്ത് തുറന്നു കിടന്നാൽ അറ്റമാണെങ്കിൽ ലെസ് ദാൻ, തുറന്നു കിടന്നാൽ ഗ്രേറ്റർ ദാൻ. ഓക്കെ ആണല്ലോ? എക്സിന്റെ അടുത്ത് തുറന്നു കിടക്കുന്നതുകൊണ്ട് ഗ്രേറ്റർ ദാൻ, പക്ഷെ ഒരു വരയും കൂടി ഉള്ളതുകൊണ്ട് ഈക്വൽ ടു കൂടി വായിക്കാം. എങ്ങനെ വായിക്കാം? ഇവിടുന്ന് വായിച്ചു തുടങ്ങാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇയാളെയും കൂടി വായിക്കാം. എന്താ വായിക്കാം? ഇവിടെ അറ്റമാണ് കിടക്കുന്നത്, ലെസ് ദാൻ or equal to 1. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? x greater than 0 less than 1, x greater than or equal to 0 less than 1, x greater than 0 less than or equal to 1. മനസ്സിലായാലോ? അങ്ങനെയാണ് വായിക്കുക. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം കൂടെ ഒന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എല്ലാ എലമെന്റ്സിനെയും ജസ്റ്റ് എക്സ് എന്ന് വിളിക്കും. അതായത് ഈ സെറ്റിലുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ എക്സ് എന്ന് വിളിക്കും. എന്നിട്ട് 2 കുത്തിട്ട് കൊടുത്തത് ശേഷം ഓരോ എക്സും എവിടെയുള്ള ഓരോ റിയൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ച കാര്യമാണ്. കോമ എല്ലാ എക്സും ഈ ചിഹ്നം ഞാൻ പഠിപ്പിച്ചാട്ടോ. ഈ ചിഹ്നം എന്താ? ഈ ചിഹ്നം എന്ന് ഉദ്ദേശിക്കുന്നത് is belongs to or element of എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന റിയൽ നമ്പറിലെ ഒരു എലമെന്റ്. എക്സ് എലമെന്റ് ഓഫ് റിയൽ നമ്പർ, എക്സ് ഈസ് എലമെന്റ് ഓഫ് റിയൽ നമ്പർ പറഞ്ഞാൽ എക്സ് ഈസ് എലമെന്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് റിയൽ നമ്പറിലെ ഒരു അംഗമാണ്, ഒരു റിയൽ നമ്പർ. അതാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പ്രത്യേകത? ഈ സംഭവത്തിൽ ബാക്കി നമ്മുടെ താഴത്തേക്ക് എഴുതുന്നുണ്ട്. ഇത് അതേപോലെ എടുത്ത് എഴുതി കൊടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് ഈ പറയുന്ന ഈ സെറ്റിന്റെ ഇന്റർവെൽ ഫോം. മനസ്സിലായല്ലോ?
അവിടെ ഇനീക്വാലിറ്റി എഴുതാൻ അറിയുന്ന ആൾക്ക് മാത്രമേ ഇതിന്റെ ഈ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എഴുതി നോക്കി, ഇതിന്റെ ഈ പറയുന്ന സെറ്റിന്റെ പറയുന്ന സെറ്റ് ബിൽഡർ ഫോം ഒന്ന് എഴുതി നോക്കിയാൽ ഓരോ ഈ സെറ്റിലെ ഓരോ എലിമെന്റ്സിനെയും എക്സ് എന്ന് വിളിക്കുന്നു. സച്ച് ദാറ്റ് എന്താ പ്രത്യേകത, ആ ഓരോ എക്സും റിയൽ നമ്പറിലുള്ളതാണ്. ബാക്കി ഇനീക്വാലിറ്റി എഴുതി കൊടുക്കുക. 0ക്കും 1നും ഇടയിലുള്ള ഈ പറയുന്ന ഇനീക്വാലിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, എക്സ് ഇടും. 0ക്കും 1നുമാണ്, 0യും 1ഉം ഉൾപ്പെടുന്നില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യും എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് 0 ഉൾപ്പെടുന്നു 1 ഉൾപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും എക്സ് 0ക്കും 1നും ഇടയിൽ എല്ലാ റിയൽ നമ്പേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. 0 ഉൾപ്പെടുന്നു, ആര് ഉൾപ്പെടുന്നില്ല, 1 ഉൾപ്പെടുന്നില്ല. സെറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഇതിനൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോട്ട് പറയുമ്പോൾ ബാക്കിയൊക്കെ പറയാം. ഇന്റർവൽ റെപ്രസെന്റേഷൻ കൃത്യമാണല്ലോ, പഠിഞ്ഞല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ വേഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നോട്ട് എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് കാണാം. അപ്പൊ നമുക്ക് വേഗം ഇന്റർവൽ റെപ്രസെന്റേഷന്റെ നോട്ട് ഇത്രേ ഉള്ളൂ. ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എന്തൊക്കെ ഉണ്ട്, കുറച്ച് കള്ളിയാക്കി നിങ്ങൾക്ക് ഒരു ബോക്സ് ആക്കിയാണ് തരികയാണ്. ഓക്കെ ആണല്ലോ. ഇന്റർവെൽസ് എത്ര തരത്തിലുണ്ട്? ഒന്ന് ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ, സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ, സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ്. ഓക്കെ ആണല്ലോ. ഇത്രയും 4 ഇന്റർവെൽസ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ ആകുമ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും കൂടും. പക്ഷേ എയും ബിയും എക്സ്ക്ലൂഡഡ്. ഓപ്പൺ കണ്ടാൽ എക്സ്ക്ലൂഡ്. വേണമെങ്കിൽ എഴുതി വെക്കുക നിങ്ങൾ എവിടെയെങ്കിലും. ഓപ്പൺ കണ്ടാൽ ഇതാണ്, ഇത് ഓപ്പൺ അഥവാ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡഡ് എന്ന് പറയും. നോർമൽ ബ്രാക്കറ്റ് നമ്മൾ എന്താ ഉദ്ദേശിക്കുക, ഓപ്പൺ അഥവാ എക്സ്ക്ലൂഡഡ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് കണ്ടാൽ ഇതിനെ നമ്മൾ ഇത് നമ്മൾ സാധാ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, പേര് മാറി പറയുന്നുണ്ട്. ഇത് നോർമൽ ബ്രാക്കറ്റ് അഥവാ പാരന്തസിസ് ബ്രാക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അതിന് നമ്മൾ ഉദ്ദേശിക്കുക ക്ലോസ്ഡ് ഓർ എന്താണ് ഈ പറയുന്ന പോലെ ഇൻക്ലൂഡഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്സിൽ നമ്മൾ യൂസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റിനെയും ഇതുപോലെ തന്നെ ഓപ്പൺ എന്ന മനസ്സിലായത് സ്ക്വയർ ബ്രാക്കറ്റും അതുപോലെ തന്നെ നോർമൽ ബ്രാക്കറ്റ്, അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അഥവാ നോർമൽ ബ്രാക്കറ്റ് ആണെങ്കിൽ ഓപ്പൺ അഥവാ എക്സ്ക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, 2 സർക്കിൾ ഇട്ട് കൊടുക്കും. മനസ്സിലായല്ലോ. എയും ബിയും ഇല്ലാന്ന് കാണിക്കാൻ 2 സർക്കിൾ ഇട്ട് കൊടുക്കും. അതിനുള്ള എല്ലാ എലിമെന്റ്സും കാണിക്കാൻ അവിടെ കട്ടി കൊടുക്കും. ഓക്കെ അല്ലോ. നമുക്കറിയാം ഓപ്പൺ ആണെങ്കിൽ എക്സ് എഴുതുക, എയും ബി എഴുതുക, 2 സ്ഥലത്ത് ലെസ് ദാൻ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. എങ്ങനെയാ വായിക്കുക, 2 വിധത്തിൽ വായിക്കാം. മുൻപ് പറഞ്ഞു, ഇവിടുന്ന് വായിക്കുകയാണെങ്കിൽ എ അറ്റം കണ്ടാൽ ലെസ് ദാൻ, എ ലെസ് ദാൻ എക്സ്, അറ്റം കണ്ടാൽ വീണ്ടും ലെസ് ദാൻ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ചില ആൾക്കാർ എക്സിൽ നിന്ന് വായിച്ചു തുടങ്ങും. എക്സിൽ നിന്ന് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാം, എക്സ് വായിച്ചു, ഇവിടെയൊക്കെ വായിക്കേണ്ട. ആദ്യം എക്സ് വായിക്കുക, എന്താ തുറന്നെടുക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ഇവിടെ അറ്റം കണ്ടാൽ പിന്നെ ലെസ് ദാൻ ബി. 2 വിധത്തിൽ വായിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഓക്കെ ആണല്ലോ. എക്സ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ലെസ് ദാൻ ബി. ഓക്കെ ആണല്ലോ. സെറ്റ് ബിൽഡർ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒറ്റ പ്രശ്നം, ഒരു പ്രശ്നമില്ല. എക്സ് എഴുതുക, 2 കുത്തുക, ഓരോ എക്സും റിയൽ നമ്പറിലുള്ളതാണ്. ഇനീക്വാലിറ്റി എഴുതി കൊടുക്കുക. ഇനീക്വാലിറ്റി പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അടുത്ത് ഇതിന് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാലും ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതുപോലെ തന്നെ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ യൂസ് ചെയ്ത് എഴുതുന്ന ഇക്വേഷൻ ആണ് ഇനീക്വാലിറ്റി, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനീക്വാലിറ്റി എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ലെസ് ദാൻ ഈക്വൽ ടുവിന്റെ പകരം ലെസ് ദാനും ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യൂസ് ചെയ്താൽ അതാണ് ഇനീക്വാലിറ്റി, അത്രേ ഉള്ളൂ. ഇനി ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും വിടും, എയും ബിയും വിടുന്നോണ്ട് നമ്മൾ അവിടെ 2 എടുത്ത് എന്ത് ചെയ്യും, ഇതുപോലെ നല്ല കറുപ്പിച്ചെടുക്കും, ഡോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോ എങ്ങനെ നമ്മൾ ഈക്വാലിറ്റി ചെയ്ത എക്സ് എഴുതുക, എയും ബി എഴുതുക, അതുപോലെ തന്നെ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും കൂടും, എയും ബിയും ഉൾപ്പെടുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നടണം. മനസ്സിലായോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ 2 സ്ഥലത്തും എന്ത് ചെയ്യുക, ഈക്വൽ ടു ഉള്ള സൈൻ കൊടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 2 ലെസ് ദാൻ ആയിരുന്നെങ്കിൽ ഇവിടെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇനീക്വാലിറ്റി ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെമി ക്ലോസ്ഡ്. അപ്പൊ ആദ്യം ക്ലോസും പിന്നെ ഓപ്പൺ. അപ്പൊ എന്റെ അടുത്ത് ക്ലോസ് ചെയ്യുക, ബിന്റെ അടുത്ത് ഓപ്പൺ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്റെ അടുത്ത് ഡോട്ട് ചെയ്യുക, ബിന്റെ അടുത്ത് സർക്കിൾ ചെയ്യുക, എന്റെ അടുത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ഇടുക, ബിന്റെ അടുത്ത് ലെസ് ദാൻ ഇടുക. ഓക്കെ ആണല്ലോ. സെറ്റ് ബിൽഡർ എഴുതാൻ പഠിക്കുക. സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ്. ആദ്യം ഓപ്പൺ ആണ്, അപ്പോൾ നോർമൽ ബ്രാക്കറ്റ് എന്റെ അടുത്തും മറ്റൊടുത്ത് ക്ലോസ് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ബിന്റെ അടുത്ത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യുക. മനസ്സിലായല്ലോ. ഇവിടെ ലെസ് ദാൻ ഇടുക, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ഇടുക. ഇത്രയുള്ള പരിപാടി പഠിച്ചു കഴിഞ്ഞാൽ വേഗം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഇപ്പൊ തന്നെ ഇരുന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് എവിടെയെങ്കിലും തോന്നുന്നു, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്തേക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്ക്. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ഓപ്പണും എക്സ്ക്ലൂഡും അതുപോലെ തന്നെ പാരന്റസിസ് ഒക്കെ കൂടി തിരിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. നമുക്കപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സിമ്പിൾ ആണ്. നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് സെറ്റ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് അവർ സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെയാണ് സെറ്റ്, അങ്ങനെയെങ്കിൽ ജസ്റ്റിഫൈ ഒരു ആൻസർ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസറിനുള്ള ജസ്റ്റിഫിക്കേഷൻ പറയാ, എന്തുകൊണ്ടാണത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതല്ല എന്നുള്ള കാരണം കൂടി പറഞ്ഞു കൊടുക്കുക. കാരണം കൂടി പറയാത്തേ ഉള്ളൂ. എന്താ ഉദ്ദേശിച്ച്, ജസ്റ്റിഫൈ ഒരു ആൻസർ, കാരണം കൂടി പറയുക. ഓക്കെ ആണല്ലോ. ഒന്നാമത്തത്, അതായത് ഇതിൽ ഏതൊക്കെ സെറ്റ്, അതിലുള്ള 6 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ്
ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. എന്താ അർത്ഥം? ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ്, മാസങ്ങളുടെ കൂട്ടമാണ്. എങ്ങനത്തെ മാസങ്ങൾ? ഓഫ് എ ഇയർ, ഒരു വർഷത്തിലെ മാസങ്ങളുടെ കൂട്ടം. ബിഗിനിങ് വിത്ത്, തുടങ്ങുന്നത് ഏത് വിത്ത് ദ ലെറ്റർ ജെ. ജെ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന മാസങ്ങളുടെ കൂട്ടം, ഒരു വർഷത്തിലെ മാസങ്ങളുടെ കൂട്ടം. ജെ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് തുടങ്ങുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ ജൂലൈ ഒക്കെയാണ്. അപ്പോ അത് ഒരു സെറ്റ് ആണോ അല്ലേ? സെറ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? പേഴ്സൺ ടു പേഴ്സൺ മാറാൻ പാടില്ല, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ആരോട് ചോദിച്ചാലും ഈ ഒരു പറയുന്ന ജനുവരി ജൂൺ ജൂലൈ അല്ലേ പറയുള്ളൂ, വേറെ മാസം ഉണ്ടോ? വേറെ മാസത്തിൽ ജനുവരി ജൂൺ ജൂലൈ അതാണല്ലേ പറയുള്ളൂ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. വേറെ ആരോട് ചോദിച്ചാലും ഏത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കഴിഞ്ഞാലും ഈ പറയുന്ന മാസത്തിലേതിലും മാറ്റം ഉണ്ടാവോ? ഇല്ലല്ലോ. എന്ന് പറയുമ്പോൾ ഇതൊരു സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉത്തരം എഴുതേണ്ടത് ഇറ്റ് ഈസ് എ സെറ്റ്. ഇതൊരു സെറ്റ് ആണ്. ഇനി കാരണം കൂടി എഴുതി കൊടുക്കുക. കാരണം എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക സിൻസ്, ഓർ നിങ്ങൾക്ക് ഈ വേർഡ് സിൻസ് അഥവാ സിൻസിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഇന്ന കാരണത്താൽ. അഥവാ നിങ്ങൾക്ക് ബിക്കോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഈ സിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ സെറ്റ് സിൻസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഇത് കൃത്യമായി നിർവചിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു സെറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് രണ്ടാമത്തെ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 10 ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. മനസ്സിലായല്ലോ? കൂട്ടം. അതായത് നിങ്ങളോട് പറയാണ് ഈ കൂട്ടം ഒരു സെറ്റ് ആണ് വെച്ച് നിങ്ങൾ എന്താ പറയാ? 10 ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇന്ത്യയിലുള്ള ഓരോരോ റൈറ്റേഴ്സിനായിരിക്കും പറയാ. ഈ 10 ആദ്യം പറഞ്ഞ ആള് പറയുന്ന 10 ആളായിരിക്കില്ല അടുത്ത ആള് പറയാ. ഓക്കെ ആണല്ലോ? ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലും ഓരോരുത്തരുടെ ഉത്തരമായിരിക്കും. മനസ്സിലായല്ലോ? പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ചെയ്യും. എന്ത് ചെയ്യും? ഏത് ടാലന്റഡ് റൈറ്റേഴ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആളുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരുടെ ടേസ്റ്റ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറയുന്ന ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് മാറും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അതിന് കാരണം എന്താ? സിൻസ് ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. കാരണം നല്ല കൃത്യമായി നിർവചിച്ചിട്ടില്ല. പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ചെയ്യും. സിൻസ് ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് മൂന്നാമത് എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും, ബോയ്സ് എല്ലാ ആൺകുട്ടികളുടെയും കൂട്ടം. അത് നിങ്ങളുടെ ക്ലാസ്സിൽ ആരോട് ചോദിച്ചാലും പേഴ്സൺ ടു പേഴ്സൺ, അത് ഒരാളോട് ചോദിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 10 ആൺകുട്ടികൾ തന്നെയായിരിക്കും. ആരോട് ചോദിച്ചാലും ആ 10 ആൺകുട്ടികളുടെ പേരല്ലേ പറയുള്ളൂ, വേറെ ആരുടെ പേര് പറയോ? ഇല്ലല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ ആരോട് ചോദിച്ചാലും നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു കൂട്ടെടുക്കാൻ പറഞ്ഞാൽ, ആൺകുട്ടികളുടെ കൂട്ടെടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ആൺകുട്ടികളെ മാത്രമേ പറയുള്ളൂ. അഥവാ അത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് പറയാണ് ദ കളക്ഷൻ ഓഫ് ഓൾ ഇന്റലിജന്റ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ മാറുന്ന. ഞാൻ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞു. എന്നിട്ട് ഓരോ ടീച്ചർമാർക്കും എന്തായിരിക്കും? ഓരോ കുട്ടിയായിരിക്കും ഇന്റലിജന്റ് ആയിട്ട് തോന്നുക. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ആൺകുട്ടികളും എന്തായിരിക്കും? അതോ ഒരു സെറ്റ് ആയിരിക്കും. കാരണം അത് എല്ലാവരും തന്നെയാണ് ഒരേ ഉത്തരം തന്നെ പറയാം. ആൺകുട്ടികളെ വെച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ ആൺകുട്ടികളുടെ പേര് തന്നെ പറയാം. പക്ഷെ ഇന്റലിജന്റോ അല്ലെങ്കിൽ ഭംഗിയെ കുറിച്ച് പറയുമ്പോഴോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ആളുകൾക്ക് അനുസരിച്ച് മാറാം. പക്ഷെ ബോയ്സ് എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു സെറ്റ് ആണ്. അപ്പൊ ഞാൻ തൽക്കാലം ടിക്ക് ചെയ്യുന്നുണ്ട്. സെറ്റ് ആണെങ്കിൽ ടിക്ക് ചെയ്യും. അതിന് ഉത്തരം നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഇതുപോലെ ഇറ്റ് ഈസ് എ സെറ്റ് സിൻസ് ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഓക്കെ ആണല്ലോ? അടുത്തത് നാലാമത്തെ എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകളുടെ സെറ്റ് അഥവാ ഒരു കളക്ഷൻ. അത് സെറ്റ് ആണോ എന്ന് ചോദ്യം. നിങ്ങൾ പറഞ്ഞേ, നമുക്കറിയാം 100ൽ താഴെയുള്ള എണ്ണൽ സംഖ്യ ആരോട് ചോദിച്ചാലും എന്തായിരിക്കും? ഒരു ഉത്തരമായിരിക്കും എന്ന് പറയുമ്പോൾ അത് വെൽ ഡിഫൈൻഡ് അതൊരു സെറ്റ്. ഓക്കെ ആണല്ലോ? ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഈ ചാപ്റ്റർ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻ. അതിനിപ്പോ ആരോട് ചോദിച്ചാലും അവരെടുത്തിരുന്ന കളക്ഷൻ സെയിം ആയിരിക്കും. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ചേർന്ന ഒരു കൂട്ടായിരിക്കും. പക്ഷെ ഇവിടെ പറയാണ് ദ കളക്ഷൻ ഓഫ് ഹാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് അല്ല. കാരണം ഓരോരുത്തരെ സംബന്ധിച്ച് എന്താണ്? ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹാർഡ് ഉണ്ടായിരിക്കുക. അപ്പൊ അവർ തരുന്ന കളക്ഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ ഹാർഡ് എന്ന് പറയാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്ക് എടുത്തു തരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഒരേ ടൈപ്പ്. അഥവാ ഈ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ഇതും ഒരു സെറ്റ് ആണ്. ഹാർഡ് എന്നോ സിമ്പിൾ എന്നോ പറയാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ പറയുന്ന സെറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? കാരണം എന്താ എഴുതി കൊടുക്കുക? ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിന്റെ കളക്ഷൻ. ഓരോ ചിലർക്ക് പാമ്പിനായിരിക്കും പേടി, ചിലർക്ക് പുലിയായിരിക്കും പേടി. മനസ്സിലായാലോ? അത് ആളുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറയുന്ന കളക്ഷനിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ഇതൊരു സെറ്റ് ഇല്ല, നോട്ട് വെൽ ഡിഫൈൻഡ്. ഓക്കെ ആണല്ലോ? വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേഗം ഒന്ന് നോക്കി വെക്കാം. ലെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. 1 2 3 4 5 6 ആണ്. നമ്മളോട് പറഞ്ഞുള്ള ഇൻസെർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ. നിങ്ങൾ എന്ത് ചെയ്യുക? ഉചിതമായ സിമ്പിൾ നൽകുക. ഏതൊക്കെയാണ് സിമ്പിൾ? ഒന്ന് ഈ പറയുന്ന എപ്സിലോൺ ഉണ്ട്, ഒന്ന് നോട്ട്, ഒരു എപ്സിലോൺ മേലൊരു
ഒരു എന്തുണ്ട്, ഒരു വര ഉണ്ട്. എന്താ ഈ രണ്ട് സിമ്പിൾ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് സിമ്പിളും ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്ന് എലമെന്റ് ഓഫ് അഥവാ ബിലോങ്സ് ടു, ഞാൻ കൃത്യമായിട്ട് എഴുതുന്നതാണ്. എലമെന്റ് ഓഫ് ഓർ ബിലോങ്സ് ടു എന്ന് പറയുന്ന മറ്റൊരു വാക്കും കൂടി ഉണ്ട്. ഒന്ന് നോട്ട് എലമെന്റ് ഓഫ്. നോട്ട് എലമെന്റ് ഓഫ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് അംഗമാണ്, മറ്റൊന്ന് അംഗമല്ല. വരട്ടാൽ അംഗമല്ല, വരട്ടില്ലെങ്കിൽ അംഗമാണ്. മനസ്സിലായാലും നോട്ട് എലമെന്റ് ഓഫ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഇതാണല്ലോ. ഓക്കെ ആണല്ലോ. 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ചോദിച്ചത്. 5 എന്ന് പറയുന്നത് എയിലെ അംഗമാണോ അംഗമല്ല? 5 എയിലുണ്ടോ? 5 എയിലുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് സിമ്പിളാണ് കൊടുക്കേണ്ടത്? ബിലോങ്സ് ടു ആണോ നോട്ട് ബിലോങ്സ് ടു ആണോ? എലമെന്റ് ഓഫ് ആണോ നോട്ട് എലമെന്റ് ഓഫ് ആണോ? എലമെന്റ് ഓഫ് എന്ന് പറയുന്ന സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിമ്പിൾ ഇട്ട് കൊടുക്കും. കാരണം 5 ബിലോങ്സ് ടു എ. 5 എന്ന് പറയുന്നത് എയിലെ ഒരു അംഗമാണ്, എയിലെ ഒരു മെമ്പർ ആണ്, എയിൽ ഉൾപ്പെടുന്നുണ്ട്. അത്രേ ഉള്ളൂ. 8 എയിലെ അംഗമാണോ? അല്ലേ. ഇവിടെ 6 വരെയുള്ള സംഖ്യയുള്ളൂ, 8 ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എലമെന്റ് ഓഫ് എ ആണ്. അപ്പൊ നോട്ട് എന്ന് കാണിക്കാൻ ഒരു വര ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. 0 ഈ സെറ്റിലുണ്ടോ? 0 ഈ സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് 0 നോട്ട് ബിലോങ്സ് ടു അഥവാ നോട്ട് എലമെന്റ് ഓഫ് എ. 4 ആണ് ഇത് ഉദ്ദേശിച്ചത്. 4 ആണ്. 4 എന്ന് പറയുന്നത് ഈ സെറ്റിലുണ്ടോ? 4 സെറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ 4 എന്താണ്? ബിലോങ്സ് ടു അഥവാ എലമെന്റ് ഓഫ് എ. 10 എന്ന് പറയുന്നത് ഈ സെറ്റിലുണ്ടോ? ഇവിടെ 6 വരെ ഉള്ളൂ, 10 ഇല്ലാത്തതുകൊണ്ട് എന്താ? 10 നോട്ട് ബിലോങ്സ് ടു എ. ഓക്കെ ആണല്ലോ. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? നൾ സെറ്റിന് ഉദാഹരണങ്ങളായ സെറ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് എന്നാ ചോദിച്ചത്. ഓക്കെ ആണല്ലോ. എന്താ നൾ സെറ്റ്? നൾ സെറ്റ് എന്ന് പറയുമ്പോൾ അംഗങ്ങളൊന്നുമില്ലാത്ത, അതായത് എലമെന്റ്സ് ഒന്നുമില്ലാത്ത സെറ്റ്, എം ടി സെറ്റ് ആണ് എന്ത്? നൾ സെറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഓരോരുത്തരും നമുക്ക് ഓരോ കളക്ഷനെയും നമുക്ക് സെറ്റ് ആക്കി എഴുതി വെക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് നൾ സെറ്റ് ആണോ അല്ലേ. ഓക്കെ ആണല്ലോ. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അതായത് ആദ്യം നിങ്ങൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 ഇങ്ങനെ പോകുന്നതാ. അതിൽ തന്നെ ഓഡ് ആയിട്ടുള്ള അഥവാ എന്താണ് ഒറ്റ സംഖ്യകളായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അതെന്ന് പറയുമ്പോൾ 1 ഉണ്ടായിരിക്കും, 2 ഈവനാ. അപ്പൊ പിന്നെ ആരുണ്ടായിരിക്കും? 3 5 7 9 ഇങ്ങനെ 11 ഇങ്ങനെ പോകുന്ന സെറ്റ് ആയിരിക്കും. ഈ ചോദ്യം എന്താണ്? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്താ പ്രത്യേകത? ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന, 2 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന എണ്ണൽ സംഖ്യകളുടെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ എന്താണ് സെറ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം. ഒന്നൊരു എണ്ണൽ സംഖ്യയാണ്, ഒറ്റ സംഖ്യ. ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 1/2 ഒരു കൃത്യമായ ഉത്തരം കിട്ടില്ല. മനസ്സിലായല്ലോ. 3/2 ചെയ്താലോ? അതും ഒരു കൃത്യമായ ഉത്തരം കിട്ടില്ല. ഒരു ഫ്രാക്ഷൻ, അതൊരു 1.5 അതുപോലെ തന്നെ 0.5 എന്നുള്ള ഉത്തരം കിട്ടും. അതായത് കൃത്യമായിട്ട് ഒരു ഇൻഡിജർ കിട്ടില്ല. മനസ്സിലായല്ലോ. 5/2 ചെയ്യുമ്പോഴും 7/2 ചെയ്യുമ്പോഴും 9/2 ചെയ്യുമ്പോഴും 11/2 ചെയ്യുമ്പോഴും ഒക്കെ എന്താ ചെയ്യുക? ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഒരു ഇൻഡിജർ നമുക്ക് ഉത്തരമായി കിട്ടൂല. മനസ്സിലായല്ലോ. അതായത് നമുക്ക് കൃത്യമായി ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല. ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഹരിക്കാൻ പറ്റുന്നവ. മനസ്സിലായല്ലോ. ഹരിക്കാൻ പറ്റുന്നവ, 2 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ അല്ലെ. ഒരു ഓഡ് സംഖ്യ, ഒരൊറ്റ ഓഡ് സംഖ്യ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട്, ഒരു ഈവൻ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? നൾ സെറ്റ് ആണ് അഥവാ ഈ സെറ്റ് ആരാണ്? ഇത് 5 ആണ് അഥവാ ഓർ നൾ സെറ്റ് എന്ന് ഇത്ര എഴുതി കൊടുത്താൽ മതി. വേറെ ഒന്നും എഴുതണ്ട. ഇറ്റ് ഈസ് എ നൾ സെറ്റ് ഓർ 5 നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ നൾ സെറ്റ് എന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ സിമ്പിൾ മാത്രം ഉത്തരമായിട്ട് കാണിച്ചാൽ മതി. ഇതിന് ഉത്തരമായിട്ട് എന്താ ഇത് കാണിക്കാം? നമുക്കറിയാം നൾ സെറ്റിന് റെപ്രസെന്റ് ചെയ്തത് ഈ 2 സിമ്പിൾ. അതുകൊണ്ട് ഇത് മാത്രം എഴുതി കൊടുക്കുക. ഇതൊരു നൾ സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. നമുക്കറിയാം ഈവൻ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ഒന്ന് എടുത്ത് നോക്കിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകൾ 2 അതുപോലെ തന്നെ 3 5 7 11 13 എന്നിങ്ങനെ പോകുന്ന 2 ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകളാണ് എന്ത്? ഈ പറയുന്ന അഭാജ്യ സംഖ്യകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 എന്ന് പറയുന്ന ഒരൊറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ എന്തായിട്ടുള്ളൂ? ഈവൻ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ. എന്ന് പറയുമ്പോൾ ഈ സെറ്റിൽ ആര് മാത്രം ഉണ്ടാവും? ഈ സെറ്റിൽ 2 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടായിരിക്കും. therefore നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് നൾ സെറ്റ്. ഇതെന്തല്ല? ഒരു നൾ സെറ്റ് അല്ല. മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് എ നൾ സെറ്റ്. ഇതൊരു നൾ സെറ്റ് അല്ല. കാരണം ഇതിൽ ആരുണ്ട്? 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവുമായി. ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് ഈ മൂന്നാമത്തെ സെറ്റ്, ഇത് സെറ്റ് ബിൽഡർ ഫോർമുല എന്നുള്ളത് ഞാൻ അടുത്ത പാർട്ടിൽ ചെയ്യാൻ വെച്ച ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ബിൽഡറിനെ റോസ്റ്ററിനെ സെറ്റ് ബിൽഡറിലേക്ക് നോക്കാം. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തെറ്റുള്ളൂ. ഓക്കെ ആണല്ലോ.
സെറ്റ് ബിൽഡർ ഒരു സെറ്റ് തന്നിട്ടുണ്ട് എക്സ് സച്ച് ദാറ്റ് ഒരു എക്സുകളുടെ കൂട്ടമാണ്. എന്താ പ്രത്യേകത? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പേഴ്സ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്, എണ്ണൽ സംഖ്യയാണ്. കൂടാതെ ആ എക്സിന്റെ വാല്യൂ ഇതെന്താ? എക്സിന്റെ ഈ അറ്റം ഇവിടേക്കാണെങ്കിൽ എന്താ വയ്ക്കുക? ലെസ് ദാൻ. എക്സ് ലെസ് ദാൻ 5. എക്സ് 5നേക്കാൾ ചെറുതാണ് ആൻഡ് എക്സ് തുറന്നിടുന്നാൽ ഗ്രേറ്റർ ദാൻ 7. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ നമ്പർ ലൈൻ എടുക്കുകയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ ആണല്ലോ? നമ്പർ ലൈൻ എടുക്കുകയാണ്. ഇതിൽ നമ്മൾ ആരൊക്കെ വേണം? 5ഉം 7ഉം എടുക്കുക. അതായത് നമുക്ക് 0 മുതലുള്ള സംഖ്യ എടുക്കുക. കാരണം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് 0 ഇരുന്നോട്ടെ. 0 നമുക്ക് ആവശ്യമില്ല. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ ആണല്ലോ? നമ്മളോട് പറഞ്ഞത് എന്താ? ഈ സെറ്റിലുള്ള ഓരോ എലമെന്റ്സും നാച്ചുറൽ നമ്പർ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എണ്ണ സംഖ്യയിൽ ഏത് മുതലായിരിക്കും? 0 ഉണ്ടാവില്ല എണ്ണ സംഖ്യയിൽ. ഞാൻ അവിടെ കാണിച്ചാൽ വെറുതെ 1 മുതൽ അങ്ങോട്ടേക്കുള്ളതായിരിക്കും എണ്ണ സംഖ്യകൾ എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? ഈ പറയുന്ന ഓരോ എക്സും 5നേക്കാൾ ചെറുതാ, ലെസ് ദാൻ 5. അപ്പോ എക്സ് 5നേക്കാൾ ചെറുതാണെന്ന് പറയുമ്പോൾ 7ഉം കൂടി വേണമല്ലേ? ഓക്കെ, 7ഉം കൂടി ഇടാം. അപ്പോ ഇപ്പുറത്തൊരു 7ഉം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതവിടെ 7ഉം കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? എക്സ് 5നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ 5നേക്കാൾ ചെറുതാണ്. 5 ഉൾപ്പെടൂല, 5നേക്കാൾ ചെറുതാണ്. എങ്ങനെ കാണിക്കാം? 5 എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ ഒരു സർക്കിൾ ഇട്ട് കൊടുക്കാം. 5നേക്കാൾ ചെറുതായിട്ടുള്ള വാല്യൂസ് ഒക്കെ ഇങ്ങോട്ടേക്കാ വരിക. എവിടത്തും വരും? ഇവിടത്തും വരും. മനസ്സിലായല്ലോ? കൂടാതെ ആൻഡ് ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 7. ഈ എക്സ് 7നേക്കാളും വലുതാ. ഓക്കെ ആണല്ലോ? 7 ഇവിടെയാണ്. 7നേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ജസ്റ്റ് സർക്കിൾ ഇട്ട് കൊടുക്കുക. എക്സ്ക്ലൂഡഡ് ആണ്, അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകും. കുറെ ഉണ്ട്. ഇനി 7, 8, 9 ഇങ്ങനെ പോകുന്ന സെറ്റാണ്. കാരണം എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, ഇൻഫിനിറ്റി വരെ പോകുന്ന സെറ്റാണ്. അപ്പൊ നമ്മൾ താല്പര്യം ആരോട്ട് അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങൾ ആരോടും നിർബന്ധമൊന്നുമില്ല, കാരണം ഇവിടെ ഇത് വരുള്ളൂ. നമ്മൾ ഇട്ടുകൊണ്ട്. ഓക്കെ ആണല്ലോ? അതായത് നമ്മളോട് പറഞ്ഞത് പ്രകാരം എക്സ് 5നേക്കാൾ ചെറുതാണ്, 7നേക്കാൾ വലുതാണ്. 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതുമായിട്ടുള്ള ഏതെങ്കിലും സംഖ്യ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതും. നോക്കി, 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതായിട്ടുള്ള ഏതെങ്കിലും സംഖ്യ കിട്ടുമോ? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 6 എടുക്കാൻ. 6 എന്താ പ്രത്യേകത? 5നേക്കാൾ ചെറുതാണോ? അല്ല. 7നേക്കാൾ വലുതാണോ? അല്ല. ഇത് രണ്ടും അല്ല. അതായത് നമ്മളോട് ചോദിച്ചത് 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതും ആയിട്ടുള്ള സംഖ്യകളാണ് ഈ സെറ്റിൽ ഉണ്ടായിരിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചു, ഇതുപോലെ 2 കണ്ടീഷൻ തരാണ്. അതായത് 1നേക്കാൾ ചെറുതും മറ്റൊന്നിനേക്കാൾ വലുതും എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഉറപ്പിച്ചോ ഇത് നൾ സെറ്റ് ആയിരിക്കും. യാതൊരു സംശയവും വേണ്ട. രണ്ടാൾക്കും നമ്മൾ കോടതി നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക? കോടതി വേണം, സ്ഥലത്തിൽ ഒഴിവാക്ക്. അതായത് 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതുമായിട്ടുള്ള ഒറ്റ സംഖ്യ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ നൾ സെറ്റ് ആണ് മനസ്സിലാക്കുക. കാരണം 5നേക്കാൾ ചെറുതായ സംഖ്യ ഒരിക്കലും 7നേക്കാൾ വലുതാവൂല. 7നേക്കാൾ വലുതായ സംഖ്യ ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 7നേക്കാൾ ചെറുതായ സംഖ്യ, 7നേക്കാൾ വലുതായ സംഖ്യ 5നേക്കാൾ ചെറുതായിരിക്കും. പക്ഷെ 2 കണ്ടീഷൻ ഒപ്പം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? എക്സ് ഗ്രേറ്റർ ദാൻ 7, 7നേക്കാൾ വലുതും 5നേക്കാൾ ചെറുതുമായിട്ട് ഈ 2 കണ്ടീഷൻ കൂടി ഒപ്പം വന്ന അത് ശരിയാവില്ല. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ പോയിന്റ് കോമൺ ടു എനി പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് 2 എനി ടു കോമൺ ടു എനി പാരലൽ ലൈൻസ് എന്നല്ല, കോമൺ ടു എനി പാരലൈൻസ്. ഇനി 2 പാരലൈൻസ് എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. വൈ ഇസ് എ പോയിന്റ്. വൈ എന്ന് പറയുന്നത് ഒരു പോയിന്റ്. എന്താ പ്രത്യേകത? പാരലൽ ലൈൻസിന് കോമൺ ആയിട്ട് പോയിന്റ്. എന്താ പാരലൽ ലൈൻ? സമാന്തര രേഖകൾ ഇതുപോലെ കൃത്യമായ അകലത്തിൽ ഈ രണ്ട് ലൈനും എന്താണ്? പാരലൽ ആണെങ്കിൽ ഇവിടെ ഏത് 2 പോയിന്റ് എടുത്താലും അവിടെ കൃത്യമായിട്ട് അവർക്കിടയിലുള്ള അകലം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഞാന് 2 പാരലൽ ലൈൻസ് എടുക്കുക. 2 മതി. 2 പാരലൽ ലൈൻസ് എടുക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഈ 2 പോയിന്റ്, ഈ 2 ലൈനിന് കോമൺ ആയിട്ട് ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? അപ്പൊ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ എടുക്കുക. എന്താ പെർപെൻഡിക്കുലർ ലൈന്? അതായത് 2 ലൈൻസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ ലൈൻസ് പെർപെൻഡിക്കുലർ. ഇവർക്ക് കോമൺ ആയിട്ട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് ഈ പോയിന്റ് എന്ന് പറയാം. പക്ഷെ പാരലൽ ലൈനിന് കോമൺ ആയിട്ട് ഒറ്റ പോയിന്റ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇതുവരാണ് നൾ സെറ്റ് ഓർ എന്താണ്? ഫൈ. അഥവാ നമുക്ക് 2 സീൻ യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഈ കാര്യം മറക്കണ്ട, 2 കണ്ടീഷൻ ഇതുപോലെ ഒപ്പം വന്ന പ്രശ്നം. മനസ്സിലായല്ലോ? 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതും അങ്ങനെ സംഖ്യയില്ല. ഓക്കെ ആണല്ലോ? വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ പാഠം ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യന്റെ പാർട്ടും കൂടി അപ്ലോഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് 2 കൂടി കമ്പൈൻ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? പരമാവധി വേഗത്തിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ആണ്? ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി വേണം നോക്കിയേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? താഴെ തന്നിരിക്കുന്ന സെറ്റുകളിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും? ഒന്ന് എണ്ണി തീരാൻ പറ്റുന്നവ, മറ്റൊന്ന് എണ്ണി തീരാത്തവ. ഓക്കെ ആണല്ലോ?
ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ, ഒരു വർഷത്തിലെ മാസങ്ങളുടെ സെറ്റ്. നമുക്കറിയാം ഒരു വർഷത്തിലെ മാസങ്ങളുടെ സെറ്റ് ചെയ്താൽ അതിൽ 12 എലമെന്റ്സ് ഉണ്ടായിരിക്കുള്ളൂ. അത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, എണ്ണി തീരാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് ഫൈനൈറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാം. ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ ആണല്ലോ? ഫൈനൈറ്റ് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് 1 2 3 എന്ന് പറഞ്ഞ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സെറ്റ്. ഇതാരാണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നമുക്കറിയാം ഇത് ഇങ്ങനെ പോകും, ഒരിക്കലും എണ്ണി തീരാൻ പറ്റില്ല. 1 2 3 4 5 100 1000 അതുപോലെ 16 ലക്ഷം അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എണ്ണി തീർക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താണ്, ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത് 1 2 3 ഇങ്ങനെ പോയി 99 കഴിഞ്ഞ് 100ൽ അവസാനിക്കുന്ന സെറ്റാണ്. 100 വരെ നമുക്ക് സിമ്പിളായി എണ്ണി തീർക്കാൻ പറ്റും. അതായത് അവസാനിക്കുന്ന ഒരു കൃത്യമായ സ്ഥലത്ത്. അതുകൊണ്ട് എന്താണ്, എണ്ണി തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? പരിമിതമാണെങ്കിൽ ഇത് ഫൈനൈറ്റ് ആണ്. ഇത് പരിമിതമല്ലാത്തതുകൊണ്ട് ഇൻഫൈനൈറ്റ്. ഓക്കെ ആണല്ലോ? ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. നമുക്കറിയാം പോസിറ്റീവ് ഇന്റിജേഴ്സിന് നമ്മൾ ഇന്റിജേഴ്സിനെ സെറ്റ് എന്നും പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സെറ്റിനെ Z+ എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്? ആ പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് തന്നെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. കാരണം ഇന്റിജർ ആണ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ 1 മുതൽ അങ്ങോട്ടേക്കുള്ള സംഖ്യ ആയിരിക്കും. അതിൽ 100നേക്കാൾ വലുതായിട്ടുള്ള പോസിറ്റീവ് ഇന്റിജേഴ്സ് ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക? 100നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ 101 102 103 അതുപോലെ ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 100നേക്കാൾ വലുതായിട്ടുള്ള പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ തന്നെയാണ്. അപ്പൊ 100നേക്കാൾ വലുതായി എത്ര പോലെ നാച്ചുറൽ നമ്പർ ഉണ്ട്. ഏത് പറഞ്ഞ പോലെ ഇതുപോലെ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത്രയധികം നാച്ചുറൽ നമ്പർ ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല, പരിമിതമല്ല, ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണല്ലോ? അടുത്തത് ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനുകളുടെ സെറ്റ്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കിയേക്കാം അത് ഫൈനൈറ്റ് ആണ് ഇൻഫൈനൈറ്റ് ആണ്. നമുക്ക് ചിത്രം വരച്ചോക്കാം സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ XY ആക്സിസ് വരയ്ക്കുകയാണ്. സിമ്പിൾ ആയിട്ട് XY ആക്സിസ് വരയ്ക്കുകയാണ്. ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്. ഈ X ആക്സിസിന് പാരലൽ എന്ന് പറയുമ്പോൾ ആ ലൈൻസ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇതായിരിക്കും ആ ലൈൻ. ഓക്കെ ആണല്ലോ? ഇതാണ് എന്ത്, X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ. ഞാൻ വേറൊരു ലൈൻ കൂടി വരക്കാം. അത് അടുത്തത്. ഓക്കെ ആണല്ലോ? അടുത്തത്. ഓക്കെ ആണല്ലോ? അടുത്തത്. ഓക്കെ ആണല്ലോ? അടുത്തത്. മേലോട്ട് മാത്രമേ പാരലൽ പോവുള്ളൂ, അതിന് താഴേക്കും വരില്ല. ഇങ്ങനെ X ആക്സിന് താഴേക്കും പാരലൈൻസ് വരക്കാൻ പറ്റും. അതായത് എനിക്കിപ്പോ വരക്കാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ട്. മനസ്സിലായല്ലോ? ഇതിനിടയിൽ ഇഷ്ടം പോലെ വരക്കാം. അതായത് ഈ X ആക്സിന് പാരലായിട്ട് നമുക്ക് ഇൻഫൈനൈറ്റ് ലൈൻസ് വരക്കാം. ഇതിനിടയിലൊക്കെ കുറെ വരച്ചൂടെ? എനിക്കിപ്പോ വരക്കാൻ പറ്റിയ ഒരു പരിധി ഉണ്ട്. ഇതിനിടെ എത്ര വേണമെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഈ X ആക്സിന് പാരലായിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും വരക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനിപ്പോ Y ആക്സിസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് അതും ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ ഗുണിതങ്ങൾ തന്നെ മലയാളത്തിൽ ഗുണിതങ്ങളായിട്ടുള്ള 5ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പേഴ്സിന്റെ സെറ്റ്. 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 5 ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 10 ഉണ്ടായിരിക്കും, 15 ഉണ്ടായിരിക്കും, 20 ഉണ്ടായിരിക്കും, 25 ഉണ്ടായിരിക്കും. ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? എവിടെയെങ്കിലും 50 അവസാനിക്കോ? ഇല്ല. 100 അവസാനിക്കോ? ഇല്ല. 1000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മളോട് കൃത്യമായി സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻഫൈനൈറ്റ് ആണ്. അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് പരിമിതമല്ല. മനസ്സിലായല്ലോ? ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ? The set of circle passing through origin. അതായത് ഒറിജിൻ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, XY ആക്സിസ് എടുക്കുകയാണ്. എക്സും വൈയും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഒറിജിൻ, അഥവാ ഇതാണ് ഒറിജിൻ, ഇതാണ് 0 0 ഇതിന്റെ കോർഡിനേറ്റ്. നമ്മളോട് പറഞ്ഞത് ഇതിനെ ഈ സെന്ററിലൂടെ, അതായത് സെറ്റ് ഓഫ് സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ പാസിംഗ് ത്രൂ ഒറിജിനിലൂടെ കടന്നു പോകുന്ന വൃത്തങ്ങളുടെ കൂട്ടം നോക്കി. എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒന്ന് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം. ഇതൊക്കെ ഈ ഒറിജിനിലൂടെ കടന്നു പോകുന്നത് ഇങ്ങനെ 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 ഇൻഫൈനൈറ്റ്ലി വരച്ചൂടെ? ഇപ്പുറത്തേക്ക് വരച്ചൂടെ? ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഒറിജിനിലൂടെ കടത്തി വിട്ടാൽ മതി കേട്ടോ. ഒറിജിനിലൂടെ നിങ്ങൾ കടത്തി വിടണേ. ഞാൻ വരക്കുമ്പോൾ കടന്നു പോകുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഒറിജിനിലൂടെ നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ലൈൻസ് വരക്കാൻ പറ്റും. മനസ്സിലായല്ലോ? സർക്കിൾസ് വരക്കാൻ പറ്റും. അപ്പൊ ഇതും ഇൻഫൈനൈറ്റ്. അപ്പൊ ഏതൊക്കെയാ ഫൈനൈറ്റ്, ഏതൊക്കെ ഇൻഫൈനൈറ്റ് മനസ്സിലായല്ലോ? അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ, ഇതിനെ കുറെ ലെങ്ത് ആയിട്ടുണ്ട്. വേഗം എന്ത് ചെയ്യാം, പരമാവധി സ്പീഡിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.